തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ചെയ്യാൻ മടിച്ച കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയാണ്. ആദ്യത്തേത് ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. 2024 ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ശമ്പള കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ ശുപാർശകൾ നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പുതിയ ഗവൺമെൻറ് വരും. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബാധ്യത മുഴുവൻ പുതിയ ഗവൺമെൻറ്റിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ PSC ഇവിടെ പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. പോകുന്ന പോക്കിലാണ് പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ മുട്ടിലഴഞ്ഞു, ടാറിട്ട റോഡിൽ കിടന്ന് ഉരുണ്ടു, ഒരുപാട് സമരങ്ങൾ നടത്തി. അവിടെ പലതരത്തിൽ PSC അപ്പോയിൻമെൻറ്റുകളൊന്നും പ്രോപ്പറായിട്ട് ഗവൺമെൻറ് നടത്തിയില്ല എന്ന് മാത്രമല്ല, പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ ഏറ്റവും റെക്കോർഡിട്ട സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ പിൻവാതിലൂടെ നിയമിച്ച് സംവരണം പോലും അട്ടിമറിച്ചു. പിൻവാതിൽ നിയമനത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്കോ SC/ST വിഭാഗങ്ങൾക്കോ ഒന്നും ഒരു സംവരണവും ഇല്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് പിന്നിൽ നിന്നുള്ള പിൻവാതിൽ കൂടിയുള്ള അപ്പോയിൻമെന്റ് നടത്തിയ സർക്കാർ. അതിൻ്റെ റെക്കോർഡാണ് ഈ സർക്കാരിന് എല്ലാ കാര്യത്തിലും ഉള്ളത്. എന്നിട്ടാണ് ഇപ്പോൾ PSCയുടെ സമയം കൂട്ടിയെന്ന് പോകുന്ന പോക്കിൽ ഒരു പ്രഖ്യാപനമാണ്. മൂന്നാമത്തെ കാര്യം, ബെഞ്ചമിൻ കോശി ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് നടപ്പാക്കുമെന്ന് പറയുന്നത്. പോണ പോക്കിൽ 2023 ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാണ്. 3 കൊല്ലം ഇവർ എന്തെടുക്കുകയായിരുന്നു 3 വർഷക്കാലം. 3 വർഷക്കാലം ഒന്നും ചെയ്യാതെ അത് പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്. പബ്ലിഷ് ചെയ്തിട്ട് പോലുമില്ല ഈ റിപ്പോർട്ട്. ഇതുവരെ പബ്ലിഷ് ചെയ്യാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കുക. ഇവർക്ക് നടപ്പാക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം അടുത്ത മാർച്ച് ഫസ്റ്റ് വീക്ക് തൊട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഇത് വരികയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ പോകുന്ന പോക്കിൽ പ്രഖ്യാപനം നടത്തിയ എന്ന് ചോദിച്ചാൽ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ നടപ്പാക്കും. എന്നാൽ പ്രായോഗികമായിട്ട് ഇതൊന്നും നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് പോകുന്ന പോക്കിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ഇവരുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. 2021 ഇവർ പറഞ്ഞു 1,600 രൂപയുടെ പെൻഷൻ 2,500 ആക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ 4.25 വർഷക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് 400 രൂപ കൂട്ടിയത്. അപ്പോൾ ഇവർക്ക് 2 മാസം കൊടുത്താൽ മതി പെൻഷൻ കൂട്ടിയത്. അപ്പോൾ കബളിപ്പിച്ചു. ഒരുപാട് പേര് അവർക്ക് വോട്ട് ചെയ്തു. 900 രൂപ കൂട്ടി കിട്ടും എന്ന് കരുതിയിട്ട് പാവങ്ങളായ ഒരുപാട് ആളുകൾ 2021 ഇവർക്ക് വോട്ട് ചെയ്തു. 4.25 വർഷക്കാലം അവരെ കബളിപ്പിച്ചിട്ട് 2,500 ആക്കിയില്ല, 400 രൂപ മാത്രം കൂട്ടി 2 മാസത്തേക്ക്. ഇതാണ് സ്ഥിതി. ഇനി ധനകാര്യമന്ത്രി പരിഹസിക്കുകയാണ്, ഖജനാവിൽ പൂച്ച പെറ്റിടക്കുകയാണെന്ന് പറഞ്ഞതിനെ കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, പൂച്ച പെറ്റിടക്കുക അല്ലെങ്കിൽ ഇവിടെ ലോക്കൽ ബോഡിയുടെ കോട്ടയം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും പുല്ല് വെട്ടിയാൽ പോലും ഒരു ബില്ല് കൊടുക്കാൻ പറ്റില്ല. 1 രൂപ പാസ്സാക്കില്ല. 5 ലക്ഷം രൂപയെ കൂടുതലുള്ള ഒരു ചെക്കും ട്രഷറിയിൽ മാറില്ല. 5 ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് മാറുമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ അത് മേടിച്ചു വയ്ക്കും, അത് കൊടുക്കില്ല. ഇതാണ് ഖജനാവിലെ സ്ഥിതി. ഞാൻ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്ന് ധനകാര്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന മന്ത്രിമാർ വിവിധ വകുപ്പുകളിൽ നിന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റെക്കമെൻഡേഷൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നടപ്പാക്കുമോ? എത്രയോ സ്ഥലങ്ങളിലാണ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്. പേയ്മെൻറ്റ് സപ്ലൈകോയ്ക്ക് എത്ര ആയിരം കോടി കൊടുക്കാനുണ്ട്. കാശുണ്ടെങ്കിൽ കൊടുക്കുന്നേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായിട്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ടാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. കാശുണ്ടെങ്കിൽ കൊടുക്കും. സാമ്പത്തിക നില ഭദ്രമാണ്. ഇത് എന്താണ്? ഇൻവെസ്റ്റേഴ്സിൻ്റെ പറുദീസയാണ്. ഇതൊക്കെ പറയാൻ കൊള്ളാം. ഇൻവെസ്റ്റേഴ്സിൻ്റെ പറുദീസ കേരളം.
സാമ്പത്തിക നില ഭദ്രമാണെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ആദ്യം സപ്ലൈകോയ്ക്ക് പൈസ കൊടുത്ത് മാർക്കറ്റിൽ ഇടപെട്ട് ഇന്ത്യ ഈ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ കേരളത്തെ ഒന്ന് മാറ്റിത്താ. ഏത് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം 12 മാസമായിട്ട് ഒന്ന് മാറ്റിത്താ. ആശുപത്രിയിൽ മരുന്നില്ല, പാവപ്പെട്ട രോഗികൾക്ക് പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് മരുന്ന്. കാരണം എന്താ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ് കൊടുക്കാനുള്ളത്. LCT ബോർഡിന് കോടികളുടെ ബാധ്യതയാണ്. KSRTC 47,000 പേരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആ ഗവൺമെൻറ് ഉള്ള സമയത്ത്. ഇപ്പം എത്രയായെന്നറിയോ? ജീവനക്കാരുടെ എണ്ണം 23,000. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഒരു പൈസ കൊടുക്കാൻ പറ്റില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സ്റ്റേറ്റിൻ്റെ ഷെയർ പോലും കൊടുക്കാൻ പറ്റുന്നില്ല പല പദ്ധതികൾക്കും. അത്രയും തകർന്ന് തരിപ്പണമായ ഒരു സമ്പദ് വ്യവസ്ഥ വെച്ചിട്ട് ആരാ നുണ പറയുന്നത്? മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറഞ്ഞു, ആരാ നുണ പറയുന്നത്? ഞാൻ ഇടുക്കി ജില്ലയിലെ പര്യടനം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്. മുഖ്യമന്ത്രിയാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പോയി പറഞ്ഞത് 18,000 കോടി രൂപയുടെ പാക്കേജ് ഇടുക്കിക്ക് പ്രഖ്യാപിച്ചു. ഇടുക്കിക്ക് 18,000 കോടി രൂപയുടെ പാക്കേജ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ അത് ദുബായ് ആയി മാറിയത്. 20 കോടി പോലും കൊടുത്തിട്ടില്ല. ആരാ നുണ പറയുന്നത്? പ്രതിപക്ഷം പച്ചക്കള്ളം പ്രചരിപ്പിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആരാണ് ജനങ്ങളെ കബളിപ്പിച്ചത്? ആരാ? 12,000 കോടി രൂപയുടെ പാക്കേജാണ് തീരദേശത്ത് പ്രഖ്യാപിച്ചത്. ഒരു പൈസയും ചെലവാക്കിയിട്ടില്ല. 7,000 കോടി രൂപയുടെ പാക്കേജാണ് വയനാട് ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചത്. ഒരു പൈസയും ചെലവാക്കിയിട്ടില്ല. അപ്പോൾ പ്രഖ്യാപിച്ച് ഞാൻ ധനകാര്യമന്ത്രിയോട് പറയാണ്, എന്തിനാണ് 7,000 കോടിയാക്കണം? ഒരു 70,000 കോടി പ്രഖ്യാപനം മാത്രമല്ലേ, ചെലവാക്കണ്ടല്ലോ. ഇതാണ് പരിപാടി. ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സർക്കാരാണ്. എന്നിട്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന അവരാണ്, കബളിപ്പിക്കുന്നത് അവരാണ്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിവിധ വകുപ്പുകളിൽ നടത്തിയിരുന്ന പിൻവാതിൽ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുവാണ് എല്ലായിടത്തും. എവിടെ പിൻവാതിൽ നിയമനം നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയാലും അതെല്ലാം പുതിയ ഗവൺമെൻറ് വരുമ്പോൾ പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്യും. പൈസയില്ല, 5 പൈസയില്ല. എന്നിട്ട് വ്യാപകമായി PRD വഴി പ്രചരണം നടത്തിയാണ്. സംസ്ഥാനത്ത് മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ ഹോർഡിംഗ് വെച്ചേക്കുവാണ്. എല്ലാം ശരിയാക്കിയെന്നവരാണ്. KSRTCയിൽ മുഴുവൻ പരസ്യമാണ്. എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങളുടെ ചെലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വീടുകളിൽ കൊണ്ടു കൊടുക്കുകയാണ്. അവരുടെ ജോലി അതാണ്. ട്രൈബൽ കോളനികൾ സന്ദർശിക്കുകയാണ്. ഗവൺമെൻറ് മെഷീനറി മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയാണ്. ഏത് ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം, അവരൊന്നും മറക്കില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായ ഓർമ്മകളുണ്ട്. ശക്തമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കിട്ടുക തന്നെ ചെയ്യും.